നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാം അല്ലേ? കൊട്ടണശ്ശേരി ക്ഷേത്രത്തിലേക്ക് പോകാം. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് മെഗാ ഫ്യൂഷൻ ഡാൻസ് ഉണ്ട്. അതുപോലെ തന്നെ തെയ്യവും വെള്ളാട്ടവും ഈശ്വരൻ്റെ പുറപ്പാടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നടക്കേണ്ടതെന്ന് വെച്ചാൽ 5 മിനിറ്റ് പോലും നടക്കണ്ട, തൊട്ട് ബാക്കിൽ തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇതാ ആൾക്കാർ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ ഫ്യൂഷൻ ഡാൻസ് മെഗാ ഡാൻസ് അല്ലേ, അപ്പോൾ അവരുടെ റിലേറ്റീവ്സും അങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാനിതാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ കാഴ്ച കമ്മിറ്റിയും ആഘോഷ കമ്മിറ്റിയും ഒക്കെ ചേർന്നിട്ട് ഇതാ ഡാൻസ് കളിക്കാനുള്ള സ്പേസ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ് ഡാൻസിന് വേണ്ടിയിട്ട്. ഞാനും ഇതാ ഭയങ്കര ത്രില്ലിലാണ് ഡാൻസ് തുടങ്ങാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതാ ഫസ്റ്റ് എന്ന് വെച്ചാൽ പെരളം കാറാണ്. പെരളത്തിലുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ടുള്ള ഡാൻസാണ്. അതിമനോഹരമായിരുന്നു ഡാൻസ്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് അവർ കളിച്ചു. നല്ല ഒരു അരമണിക്കൂറിൻ്റെ ടൈം ഉണ്ടായിരുന്നു. അത്രയും മനോഹരമായിട്ട് കളിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ടീമിൻ്റെ ഡാൻസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓഡിയോ ഇതിൽ കൊടുക്കാൻ കഴിയില്ല, കാരണം ഞാൻ പറഞ്ഞു കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട്. ജസ്റ്റ് നിങ്ങൾ കണ്ടോട്ടെ. അത്രക്കും അവർ നല്ലോണം ക്ഷീണിച്ചു ഈ ഒരു ഇത് കഴിയുമ്പോഴേക്ക്. നല്ല മനോഹരമായിട്ട് കളിച്ചു. അതുപോലെ തന്നെ ഇവരെ കോസ്റ്റ്യൂം പറയാണ്ടിരിക്കാൻ കഴിയുന്നില്ല. നല്ലൊരു വെറൈറ്റി കളറാണല്ലേ, പിങ്കും അതുപോലെ തന്നെ ഗ്രീനൊക്കെ കൂടിയിട്ടുള്ള നല്ലൊരു വെറൈറ്റി കളറായിരുന്നു. അപ്പം അത്രക്കും ബ്യൂട്ടിഫുള്ളായിട്ട് കളിച്ചു. ഒരാൾ പോലും ഒന്ന് തെറ്റിക്കാണ്ട് അത്രയും മനോഹരമായിട്ട് കളിച്ചു. ഇത് സെക്കൻഡ് ടീമാണ്. ഇത് നമ്മുടെ വെള്ളൂരുകാരുടെ ഡാൻസാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർ എല്ലാവരും കൂടിയിട്ട് കൊച്ചുകുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും അമ്മമാരും എല്ലാവരും കൂടിയിട്ടുണ്ടായിട്ടുള്ള മെഗാ ഫ്യൂഷൻ ഡാൻസ് ആയിരുന്നു ഇത്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. ഒരു 150 ആൾക്കാർ കൂടിയിട്ട് ചേർന്നിട്ട് കളിച്ചതാണ്. അത്രയും മനോഹരമായിട്ടാണ് ഇവരും കളിച്ചത്. കാരണം ഇവരെ കോസ്റ്റ്യൂമും എടുത്ത് പറയേണ്ടതാണ്. നല്ല വെറൈറ്റി കോസ്റ്റ്യൂമായിരുന്നു. കാരണം കുട്ടികളുടെ നല്ല പാവാടയും ബ്ലൗസും അതുപോലെ തന്നെ കുറച്ച് ബാക്കിലായിട്ടുള്ളവർ യെല്ലോ കളർ, അതിൻ്റെ തൊട്ട് മുന്നിലുള്ളവർ റെഡ് ആൻഡ് ഗ്രീൻ. അപ്പോൾ നല്ലൊരു കോസ്റ്റ്യൂം, നല്ല എടുത്ത് പറയേണ്ടത് തന്നെ ഇവരതും. അപ്പോൾ തലയിൽ മുല്ലപ്പൂക്കെ ചൂടി മടഞ്ഞിട്ടൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇവരും കളിച്ചു കേട്ടോ. കാരണം ഇത്രയും 150 ആൾക്കാർ ഇങ്ങനെ ഒരുപോലെ തെറ്റിക്കാണ്ട് കളിക്കുക എന്ന് വെച്ചാൽ ഇത് പഠിപ്പിച്ച കുട്ടിക്ക് കൊടുക്കേണ്ടത് വലിയൊരു ക്രെഡിറ്റാണ്. കാരണം ഇത്രയും ആൾക്കാരെ മനോഹരമായിട്ട് പഠിപ്പിക്കുക എന്ന് വെച്ചാൽ അതിസാഹസികമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. കാരണം ഒരു ആൾ പോലും തെറ്റിക്കാണ്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ, അത്രയും മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഈ പഠിപ്പിച്ച കുട്ടിക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതാ അത്രയും ജനക്കൂട്ടവും. അപ്പോൾ പ്രോഗ്രാം അതിമനോഹരമായിരുന്നു. എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവും. കാരണം എന്താ, ഡാൻസ് കളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിയും. ആ ഒരു ഫുള്ള് കവറായിരുന്നു. അത്രയും ആൾക്കാരും അതുപോലെ തന്നെ ഡാൻസും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മനോഹരമായിട്ട് ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ ഇന്നും പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഡേ 2 ആയിട്ടുള്ളൂ. ഇനി 3, 4 ഉണ്ട്. അപ്പോൾ കാഴ്ചയും അതുപോലെ തന്നെ കഴിയുന്ന ദിവസം തെയ്യങ്ങളുടെ പുറപ്പാടും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെള്ളാട്ടമാണ് കേട്ടോ. വെള്ളാട്ടം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. തെയ്യം എന്ന് വെച്ചാൽ 3 വെള്ളാട്ടമാണ് ഉണ്ടായത് ഡേ 2-ൽ. 3 വെള്ളാട്ടം. ഒന്ന് തൂവക്കാരൻ ദൈവം വെള്ളാട്ടം, ഒന്ന് പള്ളിക്കരിവേടൻ വെള്ളാട്ടം, അതുപോലെ തന്നെ ഈശ്വരൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം. ഇങ്ങനെ 3 തെയ്യത്തിൻ്റെ വെള്ളാട്ടമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടോളൂ കേട്ടോ വെള്ളാട്ടമൊക്കെ.
തെയ്യമൊക്കെ കണ്ട് അപ്പോൾ ആസ്വദിച്ച് ഞാനിങ്ങനെ വരുമ്പോൾ അത് ഓഡിറ്റോറിയം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഭംഗിയില്ല ഓഡിറ്റോറിയം കാണാൻ, അത്രയും നല്ല ഡെക്കറേഷനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്നൊന്ന് വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ഇങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിയിരുന്നു, ഉറക്കമൊക്കെ വരാൻ തുടങ്ങിയിരുന്നു. ഇനിയും ഉറക്കമൊഴിയേണ്ട കുറച്ച് ഡേയ്സ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ കാഴ്ചകളും ഒക്കെ ആയിട്ട് കട്ട വെയിറ്റിങ്ങില്ലേ നിങ്ങളും വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും കാണാം കേട്ടോ. എല്ലാ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.